ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. പേട്രിയോട്ടിൻ്റെ 5-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇന്ന് സിനിമയ്ക്ക് ഇതുവരെ 8.5 വരെ നേടാൻ കഴിഞ്ഞത് 1,04,00,000 രൂപയോളമാണ്. അതായത് 1,60,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നത്തെയും കളക്ഷനായി വരുന്നത്. ഇന്ന് 60,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്നലെ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,16,00,000 രൂപയോളമാണ് നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമയുടെ 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തെ കളക്ഷനായി ഇപ്പോൾ പുറത്ത് വരുന്ന കണക്കുകൾ 65,10,00,000 രൂപയോളം എന്നുള്ളതാണ്. ഇന്നത്തോടെ സിനിമ 70 കോടി കടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. GCC രാജ്യങ്ങൾ തന്നെയാണ് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിത്തരുന്നതും ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന ഏരിയയും ആയിട്ട് വരുന്നത്. കേരളത്തേക്കാൾ കൂടുതൽ കളക്ഷൻ വരുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാനും കഴിയുന്നത്. എന്താണേലും ഈ ഒരു സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 23 കോടിയോളം കടക്കാൻ കഴിഞ്ഞുവെന്നും നാളെ കൊണ്ട് 25 കോടി കടക്കുമെന്നുള്ളതും ഉറപ്പാവുകയാണ്. ഇതുവരെ അഡ്വാൻസിൽ നാളത്തെ വന്നിരിക്കുന്നത് 25 ലക്ഷം രൂപയോളമാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഷോകളുടെ എണ്ണം 1375 കഴിഞ്ഞ ദിവസം 1435 ട്രാക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് ഇടിവ് തന്നെയാണ്. ഇന്നലെ ഏകദേശം 89,000-ഓളം ടിക്കറ്റ് വിറ്റപ്പോൾ ഇന്ന് ഇതുവരെ 60,000 ടിക്കറ്റാണ് വിറ്റുപോയിരിക്കുന്നത്. ഒരുപക്ഷെ ഫൈനലായിട്ട് 80,000-ഓളം ടിക്കറ്റ് എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ആദ്യ ദിനത്തെ നല്ല ഗംഭീര തുടക്കത്തിന് ശേഷം ഓരോ ദിവസവും സിനിമയ്ക്ക് കളക്ഷൻ ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമ 70 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ നല്ല ഒരു പ്രത്യാശയാണ്. എന്തായാലും സിനിമ 100 കോടി എത്തുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ ഒന്ന് പറയാം. നിങ്ങൾ കണ്ടവരാണെങ്കിൽ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാം. പല സിനിമകളെക്കാളും നമ്മൾ വമ്പൻ സിനിമകളെന്ന് പറഞ്ഞ് ഇവിടെ ബബബ പോലെ ആളുകൾ തലകുത്തി മറിഞ്ഞ് ഒരു റിവ്യൂവിൽ പോലും മോശം പറയാൻ സമ്മതിക്കാതിരുന്ന ചിത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആണ് എന്നുള്ളത് ഇന്ന് സിനിമ കാണുന്ന ഏത് വ്യക്തിയും ഉറപ്പാക്കുന്ന കാര്യമാണ്. ആകെ ഗൂസ് ബംസ് മൂമെൻറ്റ്സോ അല്ലെങ്കിൽ താരങ്ങളുടെ മൂമെൻറ്റ്സോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും വേണമെന്നൊന്നും ഇതിനകത്ത് നിർബന്ധമില്ല. ഏതെങ്കിലും 2 സാധാരണ ആക്ടേഴ്സ് ആണെങ്കിലും ഇതിന് ആ ഒരു ഫീലൊക്കെ കിട്ടും. പക്ഷേ അഭിനയിക്കാൻ അറിയണമെന്നുള്ളൊരു പ്രത്യേകത, അതായത് മമ്മൂട്ടി മോഹൻലാലും തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടന്മാരെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അവരത് മനോഹരമായി ചെയ്തിരിക്കുന്നു. വളരെ ഫ്ലാറ്റായി പോയ ഒരു ചിത്രമെന്ന് മാത്രമാണ് പ്രശ്നം. ഇവിടെ താരങ്ങളെ വാർത്തില്ല, അഭിനേതാക്കളെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്, മഹേഷ് നാരായൺ. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ നമ്മൾ ആരാണേലും ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന സമൂഹം ചിന്തിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലും വരുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അത് നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകളും കാര്യങ്ങൾക്കുമൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. ഗ്രീൻ മീഡിയാസ്.